സാർ, ഇപ്പം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായതായിട്ട് നമ്മൾ പലതവണ ചർച്ച ചെയ്തു. ഇപ്പോൾ എബ്രഹാം ലിങ്കൺ അടക്കം നിരവധി കപ്പലുകൾ ഇറാൻ്റെ പരിസരത്തായിട്ട് സമുദ്രത്തിൽ നിലയുറപ്പിച്ച കാര്യം പറയുന്നു. ഇങ്ങനെ ഒരുപാട് കപ്പലുകളൊക്കെ നിലയുറപ്പിക്കുമ്പോൾ ഈ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഒന്നാമത് ഇറാൻ്റെ ഭീഷണിയുമുണ്ട്. ഇറാൻ മറ്റേ ഈ അമേരിക്കയുടെ അസറ്റ്സ്, അതായത് 8 താവളങ്ങളുണ്ട് ഗൾഫിൽ. പ്രധാനമായിട്ടും ഖത്തറില് അൽ ഉദൈർ എന്ന് പറഞ്ഞതാണ് സെൻട്രൽ കമാൻഡിന്റെ കേന്ദ്രം, ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ. ബഹ്റൈൻ, UAE, സൗദി എല്ലായിടത്തും. തുർക്കിയിലുണ്ടല്ലോ വ്യോമതാവളം. അപ്പൊ അങ്ങനെയുള്ള വ്യോമതാവളങ്ങളെയൊക്കെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം, യുദ്ധത്തിൽ പലതരം ഇല്ലേ. ഒരേ രാജ്യം അവരുടെ തന്നെയൊക്കെ വിമാനത്തെ ആക്രമിച്ച കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ കപ്പലുകൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ ഇങ്ങനെ ഉണ്ടായ കഥകളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 6 ദിവസം നീണ്ട 1967 യുദ്ധം, 6 ഡേയ്സ് വാർ, അറബ് രാജ്യങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തിയ യുദ്ധം, അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധം. അതില് അമേരിക്കയുടെ ഒരു കപ്പലിനെ മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രയേൽ ആക്രമിച്ചിട്ട് 34 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു കഥ ഇങ്ങനെ ഈ യുദ്ധത്തിനിടയിൽ അപൂർവമായൊരു കഥയാണ്. 34 പേര് അമേരിക്കൻ നാവികര്, ഓഫീസർമാരും നാവികരും എല്ലാം കൂടി കപ്പലിലുണ്ടായിരുന്നവര് കൊല്ലപ്പെട്ടു. ഏതാണ്ടൊരു 1.5 മണിക്കൂറോളം നീണ്ട ഏതാണ്ട് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു ഇസ്രയേലിൻ്റെത് എന്ന് പറയാം. അവസാനം ഇസ്രയേൽ പറഞ്ഞത് ഞങ്ങൾ ഈജിപ്തിന്റെ ഒരു കപ്പലാണ് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തതാണ് എന്നാണ്. പക്ഷേ അതങ്ങനെ തന്നെ ആകണം എന്നില്ല എന്നുള്ള വേർഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് 6 ദിവസത്തെ യുദ്ധത്തിന്റെ തുടക്കം 1967 ജൂൺ 5-ാം തീയതി ആണിത് തുടങ്ങിയത്. യുദ്ധത്തിന്റെ മധ്യത്തിലാണ് ഈ അമേരിക്കൻ കപ്പലിന് നേരെ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പൊ അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ചാണല്ലോ ഇറാന് നേരെ ആക്രമണം നടക്കാൻ ഇപ്പൊ സാധ്യത തെളിഞ്ഞ് വീണ്ടും വരുന്നത്. അപ്പോ ഈ ഈജിപ്തിന്റെ മിക്കവാറും വിമാനങ്ങളെ ആദ്യമേ തന്നെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഈജിപ്തിന്റെ വ്യോമതാവളങ്ങളിൽ പോയി ആദ്യം തന്നെ ആക്രമണം നടത്തി. ഇസ്രയേല് ബോംബിട്ടു. ഈജിപ്തിന്റെ വിമാനങ്ങളെയൊക്കെ ഒരുമാതിരി നിലംപരിശാക്കി ആദ്യം തന്നെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ. അപ്പൊ ഈജിപ്തിന്റെ വിമാനങ്ങൾ ഇല്ലല്ലോ പിന്നെ പോരാടാൻ. അപ്പൊ ആ അവസ്ഥ. അപ്പൊ ഇസ്രയേലും അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദൻ, സിറിയ ഒക്കെയാണ് ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നത്. അപ്പോ ഇസ്രയേല് സിനായ് ഉപദ്വീപ് പിടിച്ചു. ഗാസയും ഈജിപ്തിൽ നിന്ന് പിടിച്ചു. അങ്ങനെയാണ് ഗാസ ഇസ്രയേലിന്റെ കയ്യിൽ വരുന്നത്. ആ 6 ദിവസത്തെ യുദ്ധത്തിൽ 1967 ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിക്കുകയാണ് സിനായ് മലയും ഉപദ്വീപും മറ്റേ ഗാസയും പിടിക്കുന്നത്. ജോർദനിൽ നിന്നാണ് വെസ്റ്റ് ബാങ്ക് പിടിക്കുന്നത്. അതുപോലെ ഈസ്റ്റ് ജെറുസലേം, കിഴക്കൻ ജെറുസലേമും. സിറിയയിൽ നിന്നാണ് ഗോലാൻ കുന്നുകൾ പിടിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്ന മേഖലകൾ ആയിട്ട് നമ്മൾ കാണുന്നതൊക്കെ 1967 യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചതാണ്. 1967 യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിനെ നേരിട്ട് സഹായിച്ചില്ല. പക്ഷെ 1960കളിൽ ധാരാളം ആയുധങ്ങൾ ഇസ്രയേലിന് കൊടുത്തിരുന്നു അമേരിക്ക. അപ്പോൾ ഈ 6 ദിവസത്തെ യുദ്ധം പകുതിയായപ്പോൾ ആണ് അവിടെ USS ലിബർട്ടി എന്ന് പറഞ്ഞ ചാരക്കപ്പൽ അമേരിക്കയുടേത് മെഡിറ്ററേനിയനിൽ വന്നത്. അത് ഈ നിരീക്ഷണത്തിന് വേണ്ടിയും ഈജിപ്തിലുള്ള ഈ അമേരിക്കയുടെ കമാൻഡിന് വിവരങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ടാണ് USS ലിബർട്ടി എന്ന് പറഞ്ഞ ചാരക്കപ്പൽ അവിടെ വന്നത്. അത് സിനായിയുടെ വടക്ക് ആണത് നിലയുറപ്പിച്ചത്, സിനായ് ഉപദ്വീപിന്റെ വടക്ക്. അപ്പൊ അതിലെ ഓഫീസർമാര്, നാവികര്, 2 മറീനുകള്, ഒരു സിവിലിയൻ, ഇങ്ങനെ 34 പേരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.
170 പേർക്ക് പരിക്കേറ്റു. രണ്ടാം ലോക യുദ്ധകാലത്ത് ഇത് ചരക്ക് കപ്പലായിരുന്നു. ഈ USS ലിബർട്ടി ചരക്ക് കപ്പലെടുത്ത് ചാരക്കപ്പലായിട്ട് കൺവെർട്ട് ചെയ്തതാണ്. ഈ സമയമായപ്പോൾ SS സിമൺസ് വിക്ടറി എന്നായിരുന്നു ഇതിൻ്റെ പേര്. ചരക്ക് കപ്പലായിരുന്ന കാലത്ത് 1963 അത് അമേരിക്കൻ നേവി വാങ്ങി നേവിയുടെ ചാരക്കപ്പലാക്കി മാറ്റി. 1964 ഇത് ചാരക്കപ്പലായിട്ട് മാറുന്നത്. ഇതിന് ഈ ചാരക്കപ്പൽ ഉപയോഗിച്ചിരുന്നത് ഈ വിദേശ ആശയവിനിമയങ്ങൾ, ഇലക്ട്രോണിക് ഈ എന്താ പറയുക സിഗ്നൽസ് ഉണ്ടാവില്ലേ, ആ സിഗ്നൽസ് ഒക്കെ എടുക്കുക, ഇതിനൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ 50.50 കാലിബറിൻ്റെ 4 പീരങ്കികൾ ഇതിൻ്റെ ഡെക്കിൽ, ഈ ചാരക്കപ്പലിൻ്റെ ഡെക്കിലുണ്ടായിരുന്നു. ആകെയുള്ള ആയുധം ഈ 4 പീരങ്കി ആണ്. 1967 കിഴക്കൻ മെഡിറ്ററേനിയനിൽ ഇത് വന്നു. അപ്പോൾ സംഘർഷങ്ങളിൽ ചേരാതിരിക്കാൻ അമേരിക്ക സംഘർഷങ്ങളിൽ പങ്കെടുക്കരുത് എന്നുള്ളതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ വിവരം ഈജിപ്തിലെ അമേരിക്കയുടെ സംയുക്ത മേധാവിക്ക് നിരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കിഴക്കൻ മെഡിറ്ററേനിയനിൽ ഈ കപ്പൽ USS ലിബർട്ടി വന്നത്. ആ സംഘർഷ സമയത്ത്, യുദ്ധസമയത്ത് ഡിഫൻസ് ഇൻ്റലിജൻസ്, CIA, അമേരിക്കയുടെ 6ാം കപ്പൽ വ്യൂഹം, ഇവരുടെയൊക്കെ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിലാണ് ഈ ചാരക്കപ്പൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സിഗ്നറ്റ് എന്ന് പറയുമല്ലോ, സിഗ്നൽ ഇൻ്റലിജൻസ്, അതാണ് ഈ ചാരക്കപ്പൽ ഉദ്ദേശിച്ചിരുന്നത്. സിനായിയുടെ വടക്കൻ തീരത്തെ കാര്യങ്ങളാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ ചാരക്കപ്പൽ. ജൂൺ 5-ാം തീയതി യുദ്ധം തുടങ്ങി, 6 ദിവസത്തെ യുദ്ധം. ജൂൺ 8-ാം തീയതി പലവട്ടം ഇസ്രയേൽ വിമാനങ്ങൾ USS ലിബർട്ടിയുടെ മുകളിൽ പറക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 3:05 ഇങ്ങനെ ഇസ്രയേൽ വിമാനങ്ങൾ ഇതിൻ്റെ മുകളിൽ പറക്കാൻ തുടങ്ങി. 2 മിറാഷ് ബോംബേഴ്സ്, 30 mm പീരങ്കിയുള്ള ബോംബറുകളാണത്. ആ ബോംബറുകൾ വന്ന് ഈ അമേരിക്കൻ കപ്പലിനെ, ചാരക്കപ്പലിനെ ആക്രമിച്ചു. ചിലർ ഈ അമേരിക്കൻ കപ്പലിൽ പ്രത്യാക്രമണത്തിന് വട്ടം കൂട്ടി. പക്ഷെ അതിലേക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ അമേരിക്കൻ കപ്പലിലുള്ള 4 പീരങ്കികൾ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ തകർന്നുപോയി, നശിച്ചുപോയി. ഈ ഇസ്രയേലിൻ്റെ തന്നെ സൂപ്പർ മിസ്റ്ററി ഫൈറ്റർ ബോംബറുകളും വന്നു. പിന്നെ ആദ്യത്തെ ബോംബറുകൾക്ക് പുറമെ പിന്നെയും ബോംബറുകൾ വന്നു. അവർ നാപ്പാം ബോംബുകൾ ഇട്ടു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഇട്ടില്ലേ പെട്രോൾ ബോംബ്, കത്തിപ്പോവില്ലേ സ്ഥലങ്ങൾ. അപ്പൊ അങ്ങനെ തീ പടർന്നു കപ്പലിൻ്റെ അകത്ത് നാപ്പാം ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിൻ്റെ 3 ടോർപിഡോ ബോട്ടുകൾ വന്നു. 5 ടോർപിഡോ ഇതിനെതിരെ വിക്ഷേപിച്ചു. അങ്ങനെ ഇതിൻ്റെ അകത്ത് 39 × 24 ഇഞ്ച് ഗർത്തം, കുഴി കപ്പലിൻ്റെ അകത്ത് ഉണ്ടായി. കപ്പലിൻ്റെ അകത്ത് അങ്ങനെ ആ ടോർപിഡോ ആക്രമണത്തിലാണ് 25 പേര് കൊല്ലപ്പെട്ടത്. 34-ൽ 4:30 ആയപ്പോൾ, 3:05 തുടങ്ങി 4:30 ആയപ്പോൾ ഈ ഓപ്പറേഷൻ ഇസ്രയേൽ നിർത്തി. കമാൻഡർ വില്യം മക്ഗോൾ, ഈ കപ്പലിൻ്റെ മറ്റ് നാവികരും ഇത് മുങ്ങാതെ സൂക്ഷിച്ചു ഈ കപ്പൽ. എന്നിട്ടും അവസാനം നോക്കിയപ്പോൾ 820 ഷെൽ ഹോൾസ്, ദ്വാരങ്ങൾ 821 ഈ അമേരിക്കൻ കപ്പലിൽ ഉണ്ടായിരുന്നു. വെടികൊണ്ട പാടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ റഷ്യയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നാണ് കരുതിയത്. റഷ്യ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇസ്രയേൽ സഖ്യകക്ഷിയാണല്ലോ. അതെ. എന്നിട്ട് അപ്പോൾ ഇസ്രയേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇസ്രയേൽ പറഞ്ഞു, ഞങ്ങളിത് ഈജിപ്തിൻ്റെ എൽ ക്വാസിർ എന്ന് പറഞ്ഞ കപ്പൽ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ചെയ്തിരുന്നത്. കൊടി ശരിക്ക് കാണാമായിരുന്നില്ല, അതിങ്ങനെ താണു കിടന്നിരുന്നത് കൊണ്ട് കണ്ടില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞു. ഇത്രയും സംഭവമൊക്കെ ഉണ്ടായി. ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു ഉദാഹരണമാണ്. ഇങ്ങനെയും യുദ്ധങ്ങളിൽ സംഭവിക്കാം.
അത് ഇപ്പോൾ ഈ ഇസ്രയേലിൻ്റെ ആക്രമണമോ അമേരിക്കയുടെ ആക്രമണമോ ഒക്കെ ഗൾഫിൽ ഈ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് ഓർമ്മ വരുന്നൊരു സംഭവമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.